നാടിന്റെ രാഷ്ട്രീയ ചൂടിൽ നിന്നും മണലാരണ്യത്തിലേക്ക് പറിച്ചു നട്ട ക്യൂബ മുകുന്ദനെ ഓർമ്മയിലെ ലാൽ ജോസിന്റെ അറബിക്കഥയിലെ മുകുന്ദന്റെ ധർമ്മസങ്കടം എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? ബാത്റൂമിന്റെ വാതിലടച്ച കണ്ണാടിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് സായുജ്യം കൊള്ളുന്ന മുകുന്ദൻ, അത് സിനിമാ കഥ. പക്ഷെ പ്രവാസ ലോകത്ത് ഇങ്ങനെ ഒട്ടേറെ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു കാലത്ത് നാട്ടിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഒടുവിൽ ഉപജീവനം തേടി ഗൾഫിലെത്തുകയും ചെയ്തവർ. വ്യവസ്ഥാപിത രാഷ്ട്രീയ ചേരിതിരിവുകൾ അന്യമായ ഗൾഫ് നാടുകളിൽ ഇവർ സ്വയം പഴിച്ച് ഉൾവലിയുന്നില്ല. മാന്യമായ ബിസിനസ്സും തൊഴിലും നടക്കുമ്പോഴും അതിനോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇവരുടെ മുദ്ര പതിപ്പിക്കാൻ ഇവർ സമയം കണ്ടെത്തുന്നു. സാംസ്കാരിക സംഘടനകളുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇവർ പരിമിതികൾ മറികടക്കുന്നത്. അതിനോടൊപ്പം നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങൾ വീക്ഷിക്കാനും അതിനെക്കുറിച്ച് വിലയിരുത്താനും ഇവർ മടിക്കുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയക്കൂറ് മറച്ചുപിടിക്കാതെ പ്രവാസ ലോകത്ത് ഇവർ സജീവത കണ്ടെത്തുന്നു. നാട്ടിൽ വിട്ടേച്ചു പോന്ന സഹപ്രവർത്തകരുമായി ഇവരിൽ പലരും നിരന്തര ബന്ധം പുലർത്തുന്നു. ഗൾഫ് മേഖലയിൽ വീണുകിട്ടുന്ന സാംസ്കാരിക സദസ്സുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇവർ രാഷ്ട്രീയ സന്ദേശം പകരുന്നു. ക്യൂബ മുകുന്ദനെ പോലെ വന്ന ദൗത്യം പൂർത്തിയാക്കി ഇവർ തിരികെ മടങ്ങാൻ കൊതിക്കുന്ന ഗ്രാമങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. നാടിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഗൾഫിലെത്തി വിവിധ രാഷ്ട്രീയ ചേരികളിൽ നിലയുറപ്പിക്കുന്ന അവരിൽ ചിലരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ടി ടോക്ക് ആരായുന്നത്. Come let's chat on San for Tea Talk. It's me, Chris with you. ഇന്നത്തെ ടി ടോക്കിൽ എം ജി പുഷ്പാകരൻ, കോട്ടയം സ്വദേശി, കഴിഞ്ഞ 43 വർഷമായി UAE-യിലുണ്ട്. നാട്ടിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന പുഷ്പാകരൻ OICC UAE ഘടകം പ്രസിഡന്റും കൂടിയാണ്. കേരള ഗവൺമെന്റ് വെൽഫെയർ ബോർഡ് ഡയറക്ടർ, കേന്ദ്ര പ്രവാസി വകുപ്പിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ തുടങ്ങിയ പദവികൾ വഹിക്കുന്നു. സ്വന്തമായി ഒരു ട്രെയിനിംഗ് സ്ഥാപനം നടത്തുന്ന ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്നു. കെ ബാലകൃഷ്ണൻ, കണ്ണൂർ മയ്യിൽ സ്വദേശി, ദീർഘകാലം ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫായിരുന്നു. ദേശാഭിമാനി വാരിക എഡിറ്ററായും ജോലി നോക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. OK ഇബ്രാഹിം, കോഴിക്കോട് വടകര കാർത്തികപ്പള്ളി സ്വദേശി, MSF യൂത്ത് ലീഗ് പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കെ ഗൾഫിൽ വന്നു. കഴിഞ്ഞ 20 വർഷമായി UAE-യിലുള്ള OK ഇബ്രാഹിം UAE KMCC ദുബായ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായി ഇടപെടുന്നു. രമേശ് TR, തൃശൂർ അറ്റപ്പള്ളിക്കടവ് സ്വദേശി, 9 വർഷമായി UAE-യിൽ ABVP സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP-യുടെ UAE പ്രസിഡന്റാണ്. ദീവയിൽ സീനിയർ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. പക്ഷേ അവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം വിട്ട് ഇവിടെ വരുന്നതിൻ്റെ അനുഭവം കുറച്ച് മാസമാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഗൾഫിൽ, പ്രത്യേകിച്ച് ദുബൈയിലും മറ്റ് UAE രാഷ്ട്രങ്ങളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കഴിഞ്ഞ ജനുവരി മുതലാണ് ഇവിടെ ഏതാണ്ട് ഒരു പരിചയമുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ സെൻസിബിലിറ്റി നിലനിർത്തുന്ന ഒരു ജനതയാണ് കേരള കമ്മ്യൂണിറ്റി. ഇവിടെയുള്ള UAE-യിലുള്ള കേരള കമ്മ്യൂണിറ്റി, അത് ഏത് രാഷ്ട്രീയമല്ലോ, അവിടെയുള്ള രാഷ്ട്രീയം ഇവിടെയും ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ലെങ്കിലും ഒരുപക്ഷെ അവർ ഒരു മുറിയിൽ ഒരു 5-8 ആൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേരത്തെയുള്ള പ്രവർത്തകരുണ്ടാവും. അവർ അതിനെക്കുറിച്ചുള്ള വലിയ രീതിയിൽ വാചാടോപം നടത്തുന്ന, വലിയ രീതിയിൽ തർക്കവിതർക്കങ്ങൾ നടക്കുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ പത്രം അന്നന്ന് പത്രം വായിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ. പത്രം ഉണ്ടെങ്കിലും ആൾക്കാർ വായിക്കാൻ ഒരുപക്ഷെ അത് വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ടെലിവിഷനിലെ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റേഡിയോയിലൂടെയും ഒക്കെ തന്നെ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, സമയമില്ല, അതിൻ്റെ ആവശ്യവും യഥാർത്ഥത്തിൽ ഇവിടെ അതിൻ്റെ ആവശ്യവുമില്ല. ഇതിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ആ ഒരു മേഖലയിൽ നിന്ന് മാറി രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീനെ കുറിച്ചുള്ള അവയർനെസ് ഇവിടെ ആൾക്കാർ കാണുന്നത് വേറൊരു രീതിയിലാണ്. അതൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇതും നാട്ടിലുള്ള പ്രവർത്തനവും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കൂടുതലും ഹർത്താലും ബന്ധുമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ സാമൂഹ്യ പ്രവർത്തനം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം കാണാറില്ല. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ട് നമ്മളാരും സാമൂഹ്യ പ്രവർത്തനം നടത്താറില്ല. അപ്പോൾ അതിന് അർഹത ഉള്ള ആളുകൾ
ബുദ്ധിമുട്ടുള്ളവർ, വിഷമം അനുഭവിക്കുന്നവർ നമ്മളെയൊക്കെ സമീപിക്കാൻ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഹായം അവർക്ക് ചെയ്തു കൊടുക്കും. അവരുടെ രാഷ്ട്രീയം നോക്കാറില്ല, അവരുടെ ജാതിയോ മതമോ നോക്കാറില്ല. പോഷക സംഘടനകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സഹായമോ ഉണ്ട് ഇവിടുത്തെ പോഷക സംഘടനകൾ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെ OICC സംബന്ധിച്ച് നാട്ടിൽ നിന്നുള്ള അങ്ങനെ ഒരു സഹായവും കിട്ടാറില്ല. നേരെ മറിച്ച് വളരെ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു വിഭാഗം, മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അവരിലും എല്ലാവരിലും നാട്ടിലെ നേതാക്കന്മാർ ഗ്രൂപ്പ് പറയുമ്പോൾ ഇവർക്ക് ഇവിടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ആവശ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. എങ്ങനെയാണ്? തികച്ചും. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക ഘടകമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് KMCC ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാത് ഘട്ടങ്ങളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നത്. കാരണം നാട്ടിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും പാർട്ടി ഇടപെടുന്ന പ്രശ്നങ്ങളിലും ആ പാർട്ടിയുടെ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അതിൻ്റെ ഒരു പോഷകഘടകം എന്നുള്ള നിലയ്ക്ക് KMCC ഇടപെടുന്നത്. ഇതിലൊരു മറ്റൊരു വിഷയം, നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വേദികളുള്ളത്, നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനാണെങ്കിൽ പോലും അവിടം വിട്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു അനുഭവം, ആ ഒരു വ്യത്യാസം അതെങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയം ഇതിപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ഇലക്ട്രൽ ആയിട്ടുള്ള രാഷ്ട്രീയം, മറ്റൊന്ന് രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? രാഷ്ട്ര സേവനമാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നാലും നാട്ടിൽ നിന്നാലും ആ രാഷ്ട്രത്തെ സേവിക്കണം എന്നുള്ളൊരു ഇത് ഓരോ സംഘടനയുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ആശയമാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം പ്രകാരം ഏത് രാഷ്ട്രത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്നതിന് മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രത്തെ സേവിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തിനെ മൊത്തം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതായിരിക്കണം രാഷ്ട്രീയം. അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എവിടെയാണെന്നോ പ്രവാസത്തിലാണെന്നോ അല്ലെങ്കിൽ നാട്ടിലാണെന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. താങ്കളോട് ചോദിക്കാനുള്ളത്, മാധ്യമ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിനെ കാണുന്നത് വേറൊരു കോണിലാണ്. അതായത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അതേ രീതിയിൽ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. നാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കുറേ വർഷങ്ങൾ മുമ്പേ സജീവ രാഷ്ട്രീയത്തിലില്ല. പക്ഷെ ഞാൻ എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതും എൻ്റെ അടുത്തുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, അയാൾക്ക് ഒരു പക്ഷേ എൻ്റെ അത്ര വായനയില്ല, എൻ്റെ അത്ര വിവരമില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ വാതിലടച്ചിരുന്ന് വായിക്കുന്നുണ്ട്, ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നെക്കാളും കൂടുതൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ആശുപത്രിയിൽ ഒരാൾക്ക് അസുഖമായി അയാൾ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഒരു ഏറ്റവും മോശം രാഷ്ട്രീയ പ്രവർത്തകൻ പോലും ഏറ്റവും ഒന്നും ചെയ്യാതെ ഒരാളെക്കാളും കൂടുതൽ രാജ്യത്തിന് സേവിക്കുന്നുണ്ട്. ഈ സമയത്ത് പറയാനുള്ളത്, ഇപ്പോൾ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിയുണ്ട്, പ്രസംഗങ്ങളുണ്ട്. അത്തരം വേദികൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട്, ഇപ്പോൾ അറബി കഥ എന്ന സിനിമയിൽ പറഞ്ഞ പോലെ ക്യൂബ മുകുന്ദനെ പോലെ ബാത്റൂമിനകത്ത് കഥ പടച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്ന ആ ഒരു മനസ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ? അതായത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവമില്ല. കാരണം ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. ഞാൻ മറ്റൊരു രീതി ഒരു ചിന്തിക്കുകയും മറ്റു ചില കാര്യങ്ങൾ ഇത് ചെയ്യുന്നല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ കുറേ കാലമായിട്ടില്ല. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള വലിയ ഭക്തന്മാർ ഓരോ പാർട്ടിക്കും, ഒരുപക്ഷെ മുസ്ലിം ലീഗിനും BJPക്കും കോൺഗ്രസിനും CPM-നും ഒക്കെ ഉള്ള ഭക്തന്മാരുണ്ടാവും. ആ ഭക്തന്മാർ ഒരുപക്ഷെ കഥ കടച്ചിരുന്ന് അതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ മുദ്രാവാക്യം വിളിക്കുക, മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഇത് കുറച്ചും കൂടി ലിബറലായിട്ട് നമ്മൾ കാണണം. കാരണം ഇവിടെ രണ്ട് മുഖങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളത്. സേവന പ്രവർത്തനമായാലും എന്തായാലും രണ്ട് മുഖം. ഒന്ന്, ഈ പറയുന്നവർക്കൊക്കെ ഒന്നിലൊരു ബിസിനസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ ഉറക്കം കഴിച്ചാൽ ബാക്കിയുള്ള സമയത്ത് അവന് രണ്ട് മുഖങ്ങളാണ് കിട്ടുന്നത്. ഒരു സമയത്ത് അവൻ പ്രവർത്തിക്കുകയും മറ്റൊരു സമയത്ത് അവൻ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഏത് സമയത്തും രാഷ്ട്രീയ പ്രവർത്തനമാണ് 24 മണിക്കൂറും. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ രണ്ട് മേഖലകളിലും ഇദ്ദേഹം തന്നെ നിൽക്കുകയാണ്. ഒരു 7 മണിക്കൂർ അദ്ദേഹം ജോലി സ്ഥലത്താണെങ്കിൽ മറ്റുള്ള കുറച്ച് സമയം സംഘടനാ പ്രവർത്തനത്തിന്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ രമേശ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സബാറ്റിക്കൽ, അതായത് പൊളിറ്റിക്സിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നിട്ടുള്ള പ്രവർത്തനമാണോ അതോ ഒരു ആക്റ്റീവ് പൊളിറ്റിക്സ് തന്നെയാണോ മനസ്സിൽ സൂക്ഷിക്കുന്നത്? ഈ സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിലേറ്റവും ഈ പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അതോടൊപ്പം രാഷ്ട്രീയ താല്പര്യം അതിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അരാഷ്ട്രീയവാദത്തെക്കാളും ഏറ്റവും നല്ലത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഒരു സാമൂഹ്യ പ്രതിബദ്ധത അതിൽ നിന്നുണ്ടാകും. ഒന്നിനോടും താല്പര്യമില്ലാതെ, ഒന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ, ഒന്നിനോടും കടപ്പാടുകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെക്കാൾ വ്യത്യസ്തമാണ്
ഒരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം. ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്താനുള്ള ഒരു ഘടകമായി മാറുന്നുണ്ട്. പ്രവാസ ലോകത്ത് നമ്മളുടെ പ്രവർത്തനം കാര്യം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇവിടുത്തെ വികസനം കാണുന്നത് ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പക്ഷേ നാട്ടിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധും ഹർത്താലും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിൽ നമുക്ക് ശരാശരി 70 ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവധികളും ഹർത്താലും ബന്ധും ഇത്തരം പ്രശ്നങ്ങൾ കാരണം. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ലേ, വികസനം എന്നൊരു ചെറിയ മേഖലകളിൽ ഒതുങ്ങിയിരിക്കുന്ന ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന ഒരു കൺട്രി തീർച്ചയായും അതിൻ്റെ വികസന പാതയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഇവിടുത്തെ റൂളറുടെ കഴിവ് തന്നെയാണ്. നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിൽ നല്ല കഴിവുള്ള ലീഡേഴ്സ് നാട്ടിലുമുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ അതിനൊരു ചെറിയ ഒരു ഉദാഹരണ സഹിതം തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് മറ്റുള്ള സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേരള സ്റ്റുഡൻസ് യൂണിയൻ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഞാൻ അറിയുന്ന നല്ല പ്രവർത്തകരുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഇന്ന് ഒരുപക്ഷെ പ്രവാസത്തിലാണ്, ഒന്നിലോ US-ലാണ്, അല്ലെങ്കിൽ ദുബായിലാണ്, അല്ലെങ്കിൽ കാനഡയിലാണ്, അല്ലെങ്കിൽ സൗദിയിലാണ്. എന്നാൽ രണ്ടാം കിടക്കാരായ ആളുകൾ ഇന്ന് ഒന്നാം കിടയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഇന്ന് വലിയ നേതാക്കന്മാരാണ് അവിടെ. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു മൂല്യച്യുതി, അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത്. അപ്പം സമൂഹം മാറ്റപ്പെടണം, സൊസൈറ്റിയാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഇതിൽ മാത്രം. രമേശ് പറഞ്ഞ ആ ഒരു ആസ്പെക്ട് തന്നെ എടുക്കാം. സാർ ഇപ്പോൾ 40 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. 43 കൊല്ലം. 43 കൊല്ലം ഇവിടെ പ്രവർത്തിക്കുന്നത് നാട്ടിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ എല്ലാ നടക്കുന്ന ചേഞ്ചസ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ എവിടെയോ പിന്നോക്കം നിൽക്കുന്നു എന്ന് തോന്നുന്നില്ലേ? അവിടെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രസേവനമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് രാഷ്ട്രം മുന്നേറുന്നില്ല? ഇത്രയും സേവനം ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മുന്നേറുന്നില്ല? അല്ല, അവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനം, ഇത് ഒരു അമിതമായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് വേണമെങ്കിൽ പലരും ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊരു പരാതി ഇപ്പം പൊതുവേ ഉണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നത് ഒരു ഭാഗമാണ്. ഇപ്പം ബന്ധം ഹർത്താലുകളുമൊക്കെ അവിടെ അനുവദിക്കാതിരിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പം നമ്മളെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ അനുവദിച്ചേ സാധിക്കുകയുള്ളൂ. അതേസമയം തന്നെ ഈ ജനങ്ങളിൽ ഈ ബോധവൽക്കരണം ആണ് അവിടെ എനിക്ക് തോന്നുന്നത് ആവശ്യമായിട്ട് വരേണ്ടത്. അവർക്കൊരു ഉത്തരവാദിത്വ ബോധം, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ മുതൽ തന്നെയാണ്. അപ്പോൾ ജനങ്ങളിൽ ആ ബോധവൽക്കരണം ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായം, ഞാനൊരു നേരത്തെ ഒരുപാട് ഹർത്താലുകൾ നടത്തുന്ന ഒരു പാർട്ടിയുടെ പഴയ പ്രതിനിധിയായിട്ടുള്ള ഞാൻ ഇപ്പോൾ ഞാൻ ആ പാർട്ടിയിലില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനമല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ട് ഹർത്താൽ എന്നുള്ള ഒരു സമരമാർഗം ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പാടില്ല. കാരണം സമരം ചിലപ്പോൾ അത്തരത്തിലൊരു അവസരം വരുന്ന സമയത്ത് ഇപ്പോൾ സമരം വേണ്ടി വന്നേക്കാം. ഇവിടെ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രവാസികളെ ബന്ദിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റല്, പാല് ഇതുപോലെ ഒഴിവാക്കുന്നത് പോലെ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലെത്തുമ്പോൾ ആകെ ബന്ധായി കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് പ്രവാസികളെയും ഈ ഹർത്താലിൽ നിന്നും ഒഴിച്ചു നിർത്തണം എന്നുള്ള ഒരു ചർച്ച ഇവിടെ. കാരണം നമ്മളൊരു പെട്ടെന്ന് അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ ബന്ധായിരിക്കും. അപ്പോൾ എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുക, കൂട്ടാൻ വരുന്നവർ ബുദ്ധിമുട്ടുക. അപ്പോൾ ഒരു അവശ്യ സർവീസ് പോലെ പ്രവാസികളെ ഒഴിവാക്കണം എന്നുള്ളൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കാലോചിതമായിട്ട് പരിഷ്കരിക്കപ്പെടേണ്ടത്, നാട്ടിൽ ഏതൊരു വിഷയവും അന്തിമമായി ചെന്ന് അവസാനിക്കുക, തങ്ങളുടെ രാഷ്ട്രീയ ഘടകത്തിന് അനുകൂലമാകുന്ന വോട്ട് ബാങ്കിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ ഘടകങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരു ആഘോഷം മാറി ഈ ഹർത്താൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് വന്നതാണ്. അപ്പോൾ അറിയാം, സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്റ്റുഡൻസ് ഫെഡറേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം, ഇതിൽ വേറെ മറച്ചു വയ്ക്കാനൊന്നുമില്ല. നമ്മളുടെ ഒരു 2002-2003 കാലഘട്ടത്തിൽ മീഡിയ ഒക്കെ അപ്പോൾ ഒന്ന് നന്നായി വരുന്ന സമയമാണ്. കുറേയൊക്കെ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മീഡിയ അറ്റൻഷൻ, എന്തിനാണ് ഹർത്താലുകളും ബന്ധുകളൊക്കെ ഇത്ര വലിയ ആഘോഷിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മഹാരാഷ്ട്രയിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വർക്ക് ചെയ്യാൻ മീൻസ് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയണ പോലും ഇല്ല. ഒരു മീഡിയം അത് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായി കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ വിലയിരുത്തുന്നത് കൊണ്ടാണ് അവിടുത്തെ ഹർത്താലുകളെപ്പറ്റിയും അവിടുത്തെ ഓരോ ചലനങ്ങളെപ്പറ്റിയും ഇത്രയധികം നിരീക്ഷിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും.
പക്ഷേ ഇവിടുത്തെ പ്രവാസികളായ മറ്റുള്ള ഓർഗനൈസേഷൻ, ഇപ്പോൾ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൽ അറിയിക്കുകയും അവർ പറഞ്ഞ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണിത്. വ്യക്തമായി എന്നോട് പറഞ്ഞതാണ്, ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് പറഞ്ഞാണ്, അവിടെ മാത്രം കാണുന്ന ഒരു പ്രതിഭാസത്തിന് ഞങ്ങൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിന്ന ഒരു കാലഘട്ടം നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു പേഴ്സണൽ ഫീലിംഗ്, അതായത് രാഷ്ട്രീയത്തിനെ ഇത്രത്തോളം അടുത്ത് കണ്ട ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതെന്തായിരിക്കും? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് ശേഷം കുറേ കാലം ആ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു വക്താവ്, ഇപ്പോൾ ഞാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖകനായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള ഒരു ജില്ലയുടെ അതിൻ്റെ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു 12 വർഷം. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ ജില്ലയിൽ CPM-ൻ്റെ ഞാനൊരു പ്രവർത്തനമോ ഒരു ജാതകമോ ഒന്നും പോകാറില്ലെങ്കിലും എനിക്ക് എൻ്റെ തൊഴിൽ എൻ്റെ പ്രൊഫഷനാണല്ലോ, ഞാൻ പ്രൊഫഷൻ എന്നുള്ളൊരു കാര്യത്തെ 101% ആത്മാർത്ഥ കാണിക്കുന്നതാണ്. ഞാൻ 101% ആത്മാർത്ഥ കാണിക്കുക CPM-ന് എൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പിന്നെ റെസ്പോൺസും. ഞാൻ ഭംഗിയായി നിർവഹിച്ചു. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയ ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെയായി. ആ സമയത്ത് ഞാൻ മുഖ്യമന്ത്രിൻ്റെ എന്ത് വേണം ചെയ്യണമെന്നുള്ള ആ മുന്നണിയുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുത്തു. ഇപ്പോൾ അതിനുശേഷം പക്ഷേ ആ സമയത്തൊന്നും ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അല്ല. പക്ഷേ പ്രൊഫഷണലി അതിലൊരു വക്താവ് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു 4 മാസം വെറുതെ ഇരുന്നു. എനിക്ക് രാഷ്ട്രീയ യാതൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് നേരത്തെ തന്നെ ഈ സജീവ രാഷ്ട്രീയത്തിൻ്റെ അകത്തുള്ളൊരു താല്പര്യം, രാഷ്ട്രീയം മോശമായതുകൊണ്ടല്ല, എനിക്ക് അത് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം എനിക്ക് മാനസികമായിട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല പോകുക. പിന്നെ എല്ലാ പാർട്ടികളും ഇപ്പോൾ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇപ്പോൾ CPM-ൻ്റെ ആളാകുന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങോട്ട് എതിർത്ത് ചെയ്യാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് എല്ലാറ്റിലും നല്ല സൗഹൃദമുണ്ട്, മറ്റേ കാര്യമുണ്ട്, ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. പിന്നെ സജീവ രാഷ്ട്രീയം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ അതുകൊണ്ട് കുറേ കാലം മുമ്പ് എന്നെ ഉപേക്ഷിച്ചാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു സങ്കടവും എനിക്ക് താങ്കളോട് ചോദിച്ച സംശയം അങ്ങോട്ടും ചോദിക്കാൻ, ഈ സജീവമായിട്ട് ഇത്ര നിന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് മാറി നിന്നതിന്റെ പിന്നിലും കൃഷ്ണന് തോന്നിയ പോലെ ഒരു ഭയമാണോ അതിന്റെ കാരണമെന്നത്? അല്ല, ഞാനത് വളരെ ബുദ്ധിപൂർവ്വം എടുത്തിട്ട് തീരുമാനം. അല്ല, അതിൽ വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ചോദ്യം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സഖാവ് VS-ന്റെ കൂടെ വർക്ക് ചെയ്തു, പ്രതിപക്ഷ നേതാവായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഇവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതായത് മാറി നിൽക്കുമ്പോൾ മറ്റൊരു വീക്ഷണമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ശരിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ ഒരു അഭിപ്രായ പറയാനുള്ളത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക ചിന്താഗതിയായിട്ട് 100% യോജിച്ച് അന്നും പോയിട്ടില്ല. കാരണം നമ്മുടെ VS-ൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്തും VS-ഉമായിട്ട് നമ്മൾ തർക്കവിതർക്കങ്ങൾ നടത്തിയിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്ന കാര്യം ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ഇപ്പോൾ ജീവിതം എന്താ, നമ്മളൊരാളൊന്നിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഗുണമുണ്ടാവും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ശരിയാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അങ്ങനെ അദ്ദേഹത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേക ചിന്താഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഞാനിപ്പോൾ വളരെ ഇപ്പോൾ അങ്ങനെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിനെ കുറിച്ച് പുഷ്പാരായിട്ട് ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഭയത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അതൊരു ഗുണമുണ്ടാവും, അല്ലെങ്കിൽ അത് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും രംഗത്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. എൻ്റെ രംഗം മാധ്യമരംഗം അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്ക് ശോഭിക്കേണ്ട കാര്യമില്ല. പ്രവർത്തിച്ച് വിജയിച്ച് അത് ഒരുപാട് അത് മോശമായതുകൊണ്ടല്ല, അത് വലിയ നല്ല സ്റ്റാമിനൊക്കെ വേണം. ആ സ്റ്റാമിന എനിക്കില്ല. അപ്പോൾ ഭയം തന്നെ പറയാൻ പറ്റില്ല. ശരി, ഭയം തന്നെ ഇപ്പോഴും പഴയതുപോലെ ബന്ധം തുടരുന്നുണ്ട്. ബന്ധം അങ്ങനെ യാതൊരു വിരോധമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടി CPM-ൻ്റെ ആൾക്കാരൊക്കെ വളരെ നല്ല ബന്ധത്തിനൊരു മോശമില്ല. പക്ഷേ CPM-ൻ്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് OICC-ക്ക് സാധാരണ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി എന്ത് സഹായമാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിവിടെ വളരെയധികം ആളുകൾക്ക് സഹായം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. അതിൽ പാർട്ടി എന്താണ് ചെയ്യുന്നത്? ഉദാഹരണം പറയാം. ഇപ്പം മുഖ്യമന്ത്രി ഇവിടെ വന്നൊരു ജനസമ്പർക്ക പരിപാടിയാണ്. അദ്ദേഹത്തിന് വളരെയധികം അപേക്ഷകൾ കിട്ടി. അതിൽ ഇവിടെ ചെയ്യേണ്ട അപേക്ഷകൾ നമ്മളെയൊക്കെ അറിയിക്കുകയും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊന്ന് മാധ്യമത്തിൽ വന്നിരുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ, അവരൊരു എഞ്ചിനീയറാണ്. അവർ ഇവിടെ ഏറ്റവും വലിയ
ഒരു ദുരിതം പ്രവാസികൾ അനുഭവിക്കുന്ന ഇവിടെ ഈ കൊള്ള പലിശക്കാരുണ്ട്. അത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. ഈ പലിശയ്ക്ക് പണം എടുത്തിട്ട് ഇവരുടെ നാട്ടിലെ മാതിരി നാട്ടിലെ മുദ്രപത്രവും കൊണ്ടുവന്ന് ബ്ലാങ്ക് ചെക്കുകളും വാങ്ങിച്ച് ഇന്ന് ഇവരുടെ വസ്തുക്കൾ നാട്ടിൽ തട്ടിയെടുക്കുന്ന പലിശക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് ആ പലിശക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു പൈസ പോലും പലിശ കൊടുക്കാതെ അവർക്ക് കൊടുക്കേണ്ട തുക ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് അവരുടെ കേസ് പിൻവലിപ്പിച്ച്, അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് കിട്ടിയത് കേരള ഗവൺമെൻറ്റിൽ നിന്ന്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസി വെൽഫെയർ ബോർഡിൽ ഞാനും ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ അവർക്ക് വേണ്ട അവിടെ വരുന്ന ആപ്ലിക്കേഷൻസ് പരിഗണിക്കേണ്ട കേസുകൾ വരും. അപ്പം അങ്ങനെ ചെയ്യാവുന്നത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു വീക്ഷണം, അതായത് രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീക്ഷണമുള്ള വ്യക്തികൾ എന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും? കാരണം നിങ്ങൾ സേവനം എന്താണെന്ന് അറിഞ്ഞ് ഇവിടെ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവരോട് ഈ പ്രവാസ ലോകത്ത് നിന്ന് ഇവിടെ നിന്ന് സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ജീവകാരുണ്യ മേഖലകളിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അടിസ്ഥാന വിഷയങ്ങളിൽ ഗവൺമെൻറ് സംവിധാനമായാലും പൊളിറ്റിക്കൽ സംവിധാനമായാലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഡൽഹിയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഭരണകൂടവും ഭരണകർത്താക്കളും മറ്റൊരു മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നില്ല, ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വം മാറേണ്ടിയിരിക്കും. പുഷ്പാരാജ് സാർ എന്താണ് പറയാനുള്ളത്? പറയാനുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളാണേലും നേതൃത്വത്തിലിരിക്കുന്നവർ ഒരു മാതൃകയായിട്ട് കാണിക്കണം. അത് മാതൃകാ പുരുഷന്മാരായിട്ട് ഇപ്പം മഹാത്മാഗാന്ധിയെ പോലെയൊക്കെയുള്ള ആളുകളായിട്ട് സ്വയമായിട്ട് മാറാൻ സാധിക്കുകയാണെങ്കിൽ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവരോട് പറയാനുള്ള കാര്യം? ചില അടിസ്ഥാനപരമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ടോയ്ലറ്റ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകത്ത് ആവശ്യമുണ്ട്. കാരണം സ്ത്രീകൾ രാവിലെ വീട്ടിൽ ഇറങ്ങിയാൽ വൈകുന്നേരം വീട്ടിലെത്തിയതിന് ശേഷം മാത്രമേ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ കേരളത്തിലുണ്ട്. ഒരു സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ പരിഹരിക്കേണ്ടത്. മറ്റൊന്ന് EMS പറഞ്ഞ ഒരു കാര്യമുണ്ട്. EMS പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ കോൺഗ്രസും ലീഗും BJPയും CPM അല്ലെങ്കിൽ CPIയും അങ്ങനെയുള്ള ഏത് പാർട്ടി ആയാലും അങ്ങനെയുള്ള പാർട്ടികൾ ഒക്കെ തന്നെ ഒരു കാര്യത്തിൽ യോജിക്കാൻ പറ്റും. മറ്റ് വ്യത്യസ്ത രംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അവർ കേരളത്തിൻ്റെ വികസനം, ആ വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്, വെറുതെയുള്ള വികസനമല്ല. മറ്റേ നമ്മുടെ സാധാരണ വികസനം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ ഒരു പഞ്ചായത്തിൽ 60 ക്വാറി പ്രവർത്തിക്കുക എന്നുള്ളതല്ല വികസനം. അങ്ങനെ ഉള്ള വികസനം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കേരളത്തിന് മാത്രമായിട്ട് ആവശ്യമുള്ളൊരു വികസനം ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. മാലിന്യ സംസ്കരണമാണ് കേരളത്തിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ അകത്തുള്ള കക്ഷി കൊടിയുടെ ഇത് നോക്കാതെ യോജിക്കാനുള്ള ഒരു പ്രവണത കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ് കേരളം ഇന്ന് നേരിടുന്ന കാര്യം. പിന്നെ ഈ ഹർത്താലിൻ്റെ എണ്ണം കുറക്കൊന്നും ചെയ്യാം. എന്താണ് പറയാനുള്ളത്? നമ്മുടെ സൊസൈറ്റി മാറണം. സൊസൈറ്റി മാറണമെങ്കിൽ വ്യക്തി നിർമ്മാണം. യുവാക്കൾ കൂടുതലായി രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ, അരാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ രാഷ്ട്രത്തിനെക്കുറിച്ചും രാഷ്ട്ര സേവനത്തിനെക്കുറിച്ചും രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സംഘടനയിലും വരണം. അല്ലാതെ ഒരു സംഘടന മാത്രം ഉണ്ടായാൽ പോരാ. എല്ലാ സംഘടനയിലേക്കും വന്നാൽ അവർ വ്യക്തി നിർമ്മാണത്തിലും മൂന്നിക്കഴിഞ്ഞാൽ അവിടെ തന്നെത്താൻ ടോയ്ലറ്റ് ഉണ്ടാവും, അവിടെ തന്നെത്താൻ ഹർത്താലില്ലാണ്ടാവും, എല്ലാം നന്നായി വരും. പറഞ്ഞ ആ ഒരു ആസ്പെക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ വേണ്ടത് രാഷ്ട്രീയ ബോധത്തിനേക്കാൾ കൂടുതൽ രാഷ്ട്രബോധമാണ് വേണ്ടത്. സേവനത്തിന് സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേരളം സ്വർഗമായി മാറും. അതിനോടൊപ്പം ഓരോ സംസ്ഥാനങ്ങളും അങ്ങനെ മുന്നേറുമ്പോൾ ഭാരതം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി നമുക്കറിയാൻ സാധിക്കും. പ്രവാസം, അതിൽ രാഷ്ട്രീയം, അത് രാഷ്ട്രബോധമാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ചർച്ച നമുക്ക് സഹായിച്ചത്. സാൻഫോർട്ടി ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്.